തൃത്താലയിൽ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്ത് സംസാരിച്ച സംഭവത്തിൽ ഒത്തുതീർപ്പായി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിയും സംസാരിച്ചു. മാപ്പ് അപേക്ഷിച്ച വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാനും അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യമൊരുക്കും. ഒടുവിൽ തൃത്താലയിൽ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്ത് സംസാരിച്ച സംഭവത്തിൽ സമവായത്തിലെത്തി. തൃത്താല പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധ്യാപകരും വിദ്യാർത്ഥിയും രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചു. പിഴവ് പറ്റിയതാണ്, മാപ്പ് നൽകണമെന്ന് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു. കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് അധ്യാപകരും തീരുമാനിച്ചു. കുട്ടിയെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാർത്ഥിയുടെ വീഡിയോ പ്രചരിച്ചതിൽ അധ്യാപകർക്കോ സ്ഥാപനത്തിനോ ബന്ധമില്ല. കുട്ടിയെ ക്രിമിനലാക്കാൻ ഇല്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. പിന്നെ ആ കുട്ടിയെ, ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകന്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം, അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാനും അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യമൊരുക്കും എന്നാണ് അധ്യാപകർ പറയുന്നത്. തൃത്താല പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന് റിപ്പോർട്ടും ഉടൻ തന്നെ കൈമാറും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൃത്താലയിലെ +1 വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് കൊലവിളി നടത്തിയത്. ജനം, പാലക്കാട്.